ദൈവത്തിന് സ്തുതി. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 15ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാക്കിനെ വചനമാക്കി തീർത്തവനാണ് ക്രിസ്തുനാഥൻ. വചനത്തെ ജീവിതമാക്കി തീർക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായ നാം. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുമ്പോഴാണ് ക്രിസ്തീയത അതിൻ്റെ അനുഗ്രഹീതമായ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ ഇടയാവുക. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ജീവിതത്തിൽ പകർത്താൻ നമുക്കാകുമ്പോൾ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സുന്ദരമായ സുവിശേഷത്തിൻ്റെ വാഹകരായി നമ്മൾ മാറ്റപ്പെടുകയാണ്. ഒരു പുരോഹിതൻ്റെ ജീവിതാനുഭവം കേട്ടത് മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ട്. പുതിയതായി ചാർജ് എടുക്കാൻ പള്ളിയിൽ പോകുന്ന അച്ഛൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ബാക്കി കൊടുത്തതിൽ 1 രൂപ കൂടുതലുണ്ടായിരുന്നു. അച്ഛൻ എണ്ണി നോക്കിയിട്ട് ആ കണ്ടക്ടറെ വിളിച്ച് ബാലൻസ് തന്നതിൽ 1 രൂപ അധികമുണ്ടെന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. ഇറങ്ങാൻ നേരത്ത് കണ്ടക്ടർ അച്ഛനോട് പറഞ്ഞു പോലും, പള്ളിയിൽ ചാർജ് എടുക്കാൻ വന്ന പുതിയ അച്ഛനാണല്ലേ, വരുന്ന ഞായറാഴ്ച പള്ളിയിൽ വെച്ച് കാണാട്ടോ. സത്യത്തിൽ ഞാൻ അച്ഛനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബോധപൂർവം തന്നതാണ് ആ 1 രൂപ കൂടുതലായിട്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മഗതം എന്നോണം അച്ഛൻ പറഞ്ഞൊരു വാക്കിങ്ങനെയായിരുന്നു പോലും, എൻ്റെ കർത്താവേ, ഞാനിന്ന് 1 രൂപയ്ക്ക് നിന്നെ വിൽക്കുമായിരുന്നല്ലോ എന്ന്. സത്യത്തെ അഗ്നിശുദ്ധി തന്നെ നടത്തി ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വചനത്തെ ജീവിക്കാൻ അനുവദിക്കുമ്പോഴാണ് ക്രിസ്തീയത അർത്ഥപൂർണമായി മാറ്റപ്പെടുക. വാക്കിനെ വചനമാക്കി തീർത്ത ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുന്ന നമുക്ക് വചനത്തെ ജീവിതമാക്കി തീർക്കാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.